നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ രാത്രി ശാലിനി പ്രീതിയുടെ റൂമിനടുത്ത് കറങ്ങുന്നത് ഞാൻ കണ്ടതാ. ഞാൻ കണ്ടതും കേട്ടതും കള്ളമാണെന്ന് അങ്കിൾ എങ്ങനെയാ പറയുന്നേ? മോഷണം കൈയോടെ പിടികൂടിയിട്ടും എനിക്കാണോ പഴി? ഇത് നല്ല കഥയായി. ഞാൻ പറഞ്ഞത് അവിടെ വർക്കൗട്ടായി എന്ന് തോന്നുന്നു. നിരന്തരമായി ആ കുഞ്ഞിന്റെ സാമീപ്യം ഉണ്ടാകുമ്പോൾ അവളെ എടുക്കാനും ലാളിക്കാനും ഒക്കെ മനസ്സ് വെമ്പും. ആ വെമ്പല് മാത്രം മതി പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ. നിങ്ങളുടെ അതിബുദ്ധിയാ ശാരദാമ്മേ. ഇപ്പം നിങ്ങൾക്ക് പോലീസ് ജീപ്പിൽ ഒരു VIP സീറ്റ് വാങ്ങി തന്നത്. നിങ്ങളുടെ മകളെ ആ കുട്ടിപ്പിശാശിനെയും കൂടി ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിക്കും മോഷണം നടത്തിയത് ശാലിനിയാണെന്നാണ് നീ പറയുന്നത്? ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ ഭാമേണ്ടി? എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. നീ അവളെ വിശ്വസിക്കല്ലേ? എന്നിട്ട് നീ എന്താ ഈ വിവരം പോലീസിനോട് പറയാതിരുന്നത്? ആന്റിയുടെ ബുദ്ധിക്ക് ഇതെന്താ പറ്റിയത്? സത്യഭാമയുടെ മരുമോളെ നാത്തൂന്റെ സ്വർണം മോഷ്ടിച്ചതിന് ഈ വീട്ടിന് അറസ്റ്റ് ചെയ്തോണ്ട് പോണോ? ശാരദാമ്മയാവുമ്പോ ശാലിനിക്ക് അതൊരു മുന്നറിയിപ്പും താക്കീതും ആവും. ആന്റി, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആലോചിച്ച് പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ചെയ്തത് തെറ്റാണ് ആന്റി. ഒരിക്കലും അല്ല മോളെ, നീ ചെയ്തത് തന്നെ ശരി. കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കുന്നത് ഇവിടുത്തെ നീതിന്യായ കോടതിയല്ല, സത്യഭാമയുടെ കോടതിയാ. സത്യഭാമയുടെ ഈ കോടതിയില്ല. ശാരദാമ്മയ്ക്കെതിരെ പരാതിയില്ല, നമ്മ പോലീസിനെ വിളിച്ച് പറയണം. അതിന് പരാതി ഇല്ലെങ്കിലല്ലേ? സത്യഭാമയ്ക്ക് പരാതി ഉണ്ടടാ. അമ്മ എങ്കിലും എനിക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സത്യഭാമയുടെ മകൻ തന്നെ ഞാനും. ഞാൻ വിളിച്ചു പറഞ്ഞാലും കേൾക്കുന്ന പോലീസുകാരുണ്ട്, ഇങ്ങ് ലോക്കൽ സ്റ്റേഷൻ മുതൽ അങ്ങ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.